ഹലോ ഗൈസ്, രഘുവാണ്. നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. പോകുന്നത് ജഡായുപ്പാറയിലേക്കാണ്. ചടയമംഗലത്തുള്ള ജഡായുപ്പാറയിലേക്ക് പോവാം. ജഡായുപ്പാറയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ്. വർക്കല റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്നും ബസ് പിടിച്ച് പാരിപ്പള്ളിയിൽ പോവുക. പാരിപ്പള്ളിയിൽ നിന്നും ചടയമംഗലത്തിൽ നിന്നും ഒരു ഓട്ടോയിൽ ജഡായുപ്പാറയിലേക്ക് പോകാവുന്നതാണ്. ജഡായുപ്പാറയിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് 200 രൂപയും ടാക്സുമാണ്. അതുപോലെ തന്നെ അവിടെ കേബിൾ കാർ ഉണ്ട്, അതിന് 250 ടാക്സുമാണ്. ഈ പ്രവേശനത്തിൻ്റെ 200 രൂപ ക്യാഷായി തന്നെ അടയ്ക്കേണ്ടതാണ്. ബാക്കിയുള്ളത് UPI പേയ്മെൻറ്റ്സ് ഓക്കെയാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കേബിൾ കാറിൽ കയറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡും ഹാപ്പിയുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഈ യാത്ര തുടങ്ങിയത്. എന്നാൽ ഇവിടെയൊന്നും പുതിയ കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി. ഇവരെല്ലാം കർണാടകയിൽ നിന്നുമുള്ള കോളേജ് സ്റ്റുഡൻസ് ആണ്. വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെ കേബിൾ കാർ റൈഡ് അവസാനിച്ചു. നമ്മളിതാ ജഡായുപ്പാറയുടെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ മുന്നിലായുള്ളതാണ് ജഡായു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ. ജഡായു രാവണ യുദ്ധം ജഡായുപ്പാറയിൽ വെച്ചാണ് നടന്നതെന്നാണ് വിശ്വാസം. വെട്ടേറ്റ് വീണ ജഡായുവിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് ശില്പം. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമുണ്ട് പക്ഷിശില്പത്തിന്. പിന്നെ ഇവിടെ കാണാനുള്ളത് ഈ അമ്പലമാണ്. അമ്പലത്തിന് ചുറ്റുമായി വാനരസംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. കുരങ്ങുകൾ കൂടുതലായി ഉള്ളതുകൊണ്ട് തന്നെ കയ്യിൽ കരുതുന്ന സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കേണ്ടതുണ്ട്. മൊബൈലായാലും കയ്യിൽ വല്ല കവറോ കാര്യങ്ങളോ കയ്യിൽ പിടിച്ച് പോവുകയാണെങ്കിൽ തന്നെ അത് എവിടെയെങ്കിലും വെച്ചാൽ ഇത് കൈക്കലാക്കും. പിന്നെ പാടാണ് കിട്ടാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.